കനത്ത വേനൽ മഴയിലേക്ക് വഴിമാറുമ്പോൾ വേദനിക്കുന്ന ചിലരുണ്ട് കോഴിക്കോട്ടെ തെരുവോരങ്ങളിൽ. വേനലിൽ വഴിയാത്രക്കാർക്ക് ചുരുങ്ങിയ ചിലവിൽ ദാഹമകറ്റിയിരുന്ന പഴവിൽപ്പനക്കാർക്ക് ഇനി വറുതിയുടെ കാലമാണ്. 30 വർഷത്തോളമായി ഇത് ഉപജീവനമാക്കിയവർ വിൽപ്പന കുറഞ്ഞാലും മഴക്കാലത്തും ജോലി തുടരുകയാണ്. വഞ്ചി കച്ചവടം 33 കൊല്ലം കഴിഞ്ഞ് അന്ന് നല്ല കച്ചവടമുണ്ട്. എങ്ങനെയായാലും ഒരു 500-1000 ഉറുപ്പിക തോടെല്ലാം കിട്ടാനില്ലേ അന്ന്. ഇന്നില്ല. എനിക്ക് ഇന്ന് തന്നെ എനിക്ക് ഒരു ചുരുങ്ങിയത് ഒരു 100 ഉറുപ്പിക ആയിട്ടില്ല ഇതുവരെ. വേറെ എന്തെങ്കിലും ഓരോ കാര്യം വേണ്ട, ഒന്നുമില്ല. റേഷൻ കാർഡ് തന്നെ നമ്മൾ മുകളിലാണ്. ആള് കുറവാണ്, വളരെ കുറവാണ്, ആളില്ല. മുമ്പെന്ന് പറഞ്ഞാൽ ഞാനൊരു ഇൻ്റർവെല്ലിന് 400-500 ഉറുപ്പിക കച്ചവടം ചെയ്യും സിൽമാൻ്റെ മുമ്പിൽ. പിന്നെന്ത് ചെയ്യാൻ വേറൊരു മാർഗത്തിന് പോകാൻ പറ്റൂല. കളിക്കോ ഇതിനൊന്നും പോകാൻ പറ്റൂല. അല്ലല്ല, എന്താ വെച്ചാൽ ജോലിൻ്റെ ഇഷ്ടമില്ല, കുട്ടികളെ പോറ്റണ്ടേ. അല്ലാതെ വേറെ നിവൃത്തിയില്ല. പുരയിലിരുന്നിട്ട് പോലും അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്ഷീണ. പിന്നെ ഞാൻ ചടച്ചു പോകും. മീഡിയ 1 കോഴിക്കോട്.